ഞാൻ എൻ്റെ സാക്ഷ്യം തുടരട്ടെ. 35 റേഡിയേഷൻ പറഞ്ഞെടുത്ത് ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട റേഡിയേഷൻ ആയതുകൊണ്ട് ഇടയ്ക്ക് നിർത്തൽ വന്നാൽ പിന്നെയും പുതുതായിട്ട് വീണ്ടും തുടരേണ്ട അവസ്ഥ ആയതുകൊണ്ട് രാവിലെ ബ്ലഡ് കൗണ്ട് ചെയ്തിട്ട് 4 മണിക്ക് റേഡിയേഷൻ ചെയ്യേണ്ട അവസ്ഥയായിരുന്നു വന്നത്. അപ്പോൾ എൻ്റെ അപ്പാപ്പയുടെ വീട് ദൂരത്തായതുകൊണ്ട് ഞങ്ങൾക്ക് അടുത്ത് തന്നെ ഒരു മുറിയെടുത്ത് ദിവസവും മെഡിക്കൽ കോളേജിൽ പോകേണ്ട ഒരവസ്ഥ വന്ന ഒരു ദിവസം ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കാര്യം ചോദിക്കുകയും അവിടെ SD കോൺവെൻറ്റിലെ ഒരു സിസ്റ്ററായിരുന്നു. ആ സിസ്റ്റർ മുഖാന്തരം ഞങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ എൻ്റെ 3 മാസത്തെ റേഡിയേഷൻ ഉണ്ടായിരുന്നു. 3 മാസവും പൂർണ്ണ ദൈവം ഭവനം ഒരുക്കുന്നത് പോലെ തന്നെ അവിടെ എനിക്കൊരു ഭവനം ഒരുക്കി തന്നു. പിന്നെ ഏലിയാവിന് കാക്കയെ കൊണ്ട് ഭക്ഷണം കൊടുക്കുന്നത് പോലെ തന്നെ വേറൊരു ചേച്ചി മുഖാന്തരം ഭക്ഷണവും തന്നു, സാമ്പത്തിക സഹായവും. ഞങ്ങൾക്ക് ദൈവം ഓരോരോ ദിവസങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ തുടക്കം മുതൽ തുടർന്നുള്ള അവസരങ്ങൾ ഓർത്തു നോക്കിയാൽ ദൈവത്തിൻ്റെ ആ കരസ്പർശനം ഓരോന്നോരോന്നും വർണ്ണിച്ചാൽ അതീതമാണ്. ഞാനത് തുടർന്നുള്ള വീഡിയോകളിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഞാൻ എൻ്റെ പാട്ടോടു കൂടി ഇന്നത്തെ എൻ്റെ സാക്ഷ്യം അവസാനിക്കുന്നതാണ്.